എല്ലാവർക്കും നമസ്കാരം. കൊൽക്കട്ടയിൽ നിന്ന് ഒരു ചെറിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഇപ്പോൾ കൊൽക്കട്ടയിൽ ഭയങ്കര ചൂടാണ് കേട്ടോ. രാവിലെ തന്നെ നമ്മൾ വിയർക്കാൻ തുടങ്ങും. നമ്മളിവിടെ 12-13 വർഷമായിട്ടോ കൊൽക്കട്ടയിൽ. ഇവിടെയാണെങ്കിൽ ഒരുപാട് മലയാളീസും മലയാളി അസോസിയേഷനൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ വിൻ്റർ സമയത്ത് ഇപ്പോൾ നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി ഈ 4 മാസം നമുക്കിവിടെ നല്ല തണുപ്പാണ്. അപ്പോൾ ആ സമയത്താണെങ്കിൽ നമ്മൾ പിക്നിക്ക് പോകാറും എല്ലാവരും ഒന്നിച്ച് കൂടാറൊക്കെ ഉണ്ട്. പിന്നെ ഓണപ്പരിപാടികളും പിന്നെ ഇവിടെ അയ്യപ്പൻ്റെ അമ്പലവും അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ഉത്സവത്തിനൊക്കെ പോകാറുണ്ട്. വലിയ അമ്പലം, നാട്ടിലെ പോലെ വലിയ അമ്പലമല്ല, എന്നാലും എല്ലാവരും കൂടെ കൂടിയൊരു അമ്പലം. ഒരുപാട് അമ്പലങ്ങളുണ്ട് ഇവിടെ കൽക്കട്ടയിൽ. അയ്യപ്പൻ്റെ അമ്പലമുണ്ട്, പിന്നെ മുരുകൻ്റെ അമ്പലമുണ്ട്, ഒരുപാട് അമ്പലങ്ങളുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ ഇടിയപ്പവും മുട്ടക്കറിയായിരുന്നു കേട്ടോ. എൻ്റെ മോന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഇടിയപ്പവും മുട്ടക്കറി ഉണ്ടാക്കി രാവിലെ. അപ്പോൾ ഹസ്ബൻഡ് രാവിലെ തന്നെ ചിക്കൻ മേടിച്ചിട്ട് വന്നു. അപ്പോൾ നമ്മൾ കരുതി ചിക്കൻ കറിയും നെയ്ച്ചോറും ഉണ്ടാക്കാമെന്ന്. ഞാൻ ജീരകശാല റൈസ് വെച്ചിട്ടാണ് കേട്ടോ നെയ്ച്ചോറ് ഉണ്ടാക്കണം. ബിരിയാണിക്കും നമ്മൾ അതിനെ യൂസ് ചെയ്യാറ്. ബാസ്മതി റൈസ് വെച്ച് ആർക്കും ഇവിടെ അങ്ങനെ അത്ര ഇഷ്ടമല്ല. ഞാൻ രാവിലെ തന്നെ അടിച്ചു വാരി തുടച്ചൊക്കെ കഴിഞ്ഞു കേട്ടോ. കാരണം ഇവിടെ ഉച്ച കഴിഞ്ഞ് നമ്മൾ കുക്കിങ്ങൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര വേർത്തൊഴുകി ഭയങ്കര ക്ഷീണമായി പോകും. പിന്നെ ഒന്നും ചെയ്യാൻ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് രാവിലെ തന്നെ ഞാനത് ചെയ്തു. നമ്മളാണെങ്കിൽ അടുത്ത മാസം നാട്ടിൽ പോകുന്നുണ്ട്. മെയ്യിൽ നാട്ടിൽ പോകുന്നുണ്ട്. കാരണം നമ്മുടെ ഇവിടെ സ്കൂൾ അടയ്ക്കുന്ന മെയ് പകുതിയൊക്കെ ആകുമ്പോഴാണ്. ഇവിടെ നാട്ടിലെ പോലെയല്ല. നമ്മുടെ മാർച്ചിലൊന്ന് അടയ്ക്കും. അത് കഴിഞ്ഞ് പുതിയ ന്യൂ അക്കാഡമിക് തുടങ്ങുന്ന ഏപ്രിലാണ്. അത് കഴിഞ്ഞ് മെയ് പകുതി ആകുമ്പോൾ പിന്നെയും അടയ്ക്കും. അതുകൊണ്ട് നമുക്കൊരു ഡേറ്റ് ഫിക്സ് ചെയ്ത് നാട്ടിൽ പോകാനൊക്കെ ഒരു പാടാണ്. കാരണം അവർ കറക്റ്റ് ഡേറ്റ് പറയില്ല. അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ എക്സാമും ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആ എക്സാം കളയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമ്മളൊരു മെയ് ലാസ്റ്റൊക്കെ ആകുമ്പോൾ നമ്മൾ ബുക്ക് ചെയ്യുന്നത്. പിന്നെ ഇവിടെയാണെങ്കിൽ പൂജാ സമയത്ത് ഒരു 10-20 ദിവസം അവധി ഉണ്ടാവും കേട്ടോ. ആ സമയത്ത് നാട്ടിൽ പോലും നടക്കില്ല. നമ്മളപ്പോൾ ആ സമയത്തൊരു ചെറിയൊരു 4-5 ദിവസത്തെ ഒരു ടൂറോ അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ചെയ്യും. നമ്മളിപ്പോൾ താമസിക്കുന്നിടത്ത് 2 വേറെ മലയാളി ഫാമിലീസും കൂടി ഉണ്ട്. അപ്പം നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ചാണ് പോകുന്നത്. 12 വർഷമായി ഞാനിപ്പോൾ ബംഗാളിൽ. എന്നാലും എനിക്ക് ബംഗാളി അറിയില്ല കേട്ടോ. ഹിന്ദി ആയാലും അത്രയ്ക്ക് നന്നായി അറിയില്ല. കാരണം എൻ്റെ വീട് തമിഴ്നാട്ടിലാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഹിന്ദി പഠിച്ചിട്ടില്ല. ഞാൻ പഠിക്കുമ്പോൾ ഹിന്ദി ഇല്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പിന്നെ ഇപ്പോൾ കുറച്ചൊക്കെ പറഞ്ഞാൽ മനസ്സിലാവും. ബംഗാളി ഇപ്പോൾ കുറച്ച് പറഞ്ഞാൽ മനസ്സിലാവും, പക്ഷെ തിരിച്ച് പറയാൻ പാടാ. അങ്ങനെ നമ്മുടെ നെയ്ച്ചോറ് റെഡിയായി കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. കൊൽക്കട്ട വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം.